السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. وادعوا شهداءكم من دون الله. അള്ളാഹുവിനെ ഒഴികെയുള്ള നിങ്ങളുടെ ശുഹദാക്കളെ നിങ്ങൾ വിളിക്കുകയും ഈ വദഉ മിൻ ദൂനില്ല എന്നുള്ള മിൻ ഉദഉ എന്നതിനോട് മുതഅല്ലഖാണ്. അപ്പോൾ ശുഹദാക്കളെ നിങ്ങൾ വിളിക്കുക, അള്ളാഹുവിനെ ഒഴികെ നിങ്ങൾ വിളിക്കുക, അള്ളാഹിനെ വിളിക്കണ്ട. വദഊനി മുആറദതിഹി മൻ ഹദറക്കും ഔ റജൗതും മഅൂനതുക്കും മിൻ ഇൻസിക്കും ജിന്നിക്കും. നിങ്ങളുടെ സാന്നിധ്യത്തിലുള്ള ആളുകളെ വിളിച്ചോളൂ. ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഹാദിർ എന്നാണല്ലോ. അപ്പോൾ നിങ്ങളടുത്തുള്ള ആളുകളൊക്കെ വിളിച്ചോളൂ. അല്ലെങ്കിൽ പിന്നെ റജൗത്തും, അല്ലെങ്കിൽ ഷാഹിദ് എന്നുള്ളതിന് നാസിർ നടത്തണ്ടല്ലോ. അപ്പോൾ നസൗത്തും മഅൂനതുഹു മിൻ ഇൻസിക്കും ജിന്നിക്കും അലിഹത്തിക്കും. ജിന്ന് ഇൻസ് നിങ്ങളുടെ ദൈവങ്ങൾ ഇവയിൽ നിന്ന് അള്ളാഹു ഒഴികെ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സഹായികളെയും നിങ്ങൾ വിളിച്ചോളൂ. നിങ്ങളുടെ സാന്നിധ്യത്തിലുള്ളവരെ വിളിച്ചോളൂ എന്നായി മിൻ ശുഹദൂനില്ല എന്നുള്ള മിന്നിലെ മുതാലിഖ് ദുഉ എന്നതിനോട് ഒന്നിരിക്കലർത്ഥം. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ വിളിച്ചോളൂ. നിങ്ങൾക്ക് തുല്യമായത് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്താ അർത്ഥം എന്നറിയോ? ഉദുഅ എന്നതിന് മുതഅല്ലഖാക്കുമ്പോൾ വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അള്ളാഹിനെ കൂടാതെ നിങ്ങൾ വിളിച്ചോളൂ ശുഹദാ, സാക്ഷികളെ, സാക്ഷ്യം വഹിക്കുന്നവരെ. യശ്ഹദൂനലക്കും, നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളായ നിങ്ങൾ വിളിച്ചോളൂ. അതിന് അള്ളാഹിനെ ഒഴികെ നിങ്ങൾ ആരെയും സാക്ഷികളായിട്ട് വിളിച്ചോളൂ. വദഉ മിൻ ദൂനില്ലാഹി ശുഹദാ, അള്ളാഹു ഒഴികെ നിങ്ങൾ സാക്ഷികളെ വിളിച്ചോളൂ. യശ്ഹദൂനലക്കും, നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ബിഅന്ന മാ അതൈതും ബിഹി മിസ്ലുഹു, നിങ്ങളിപ്പോൾ തുല്യമായി എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് തുല്യമായത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളായി അള്ളാഹു അല്ലാത്തവരൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. അള്ളാഹിനെ വിളിക്കണ്ട, അള്ളാഹിനെ സാക്ഷിയായിട്ട് വിളിക്കണ്ട. വലാ തശ്ഹദൂ ബില്ലാഹ്, അള്ളാഹിനെ നിങ്ങളതിന് സാക്ഷിയാക്കരുത്. അപ്പോൾ സാക്ഷി എന്നാണ് ഷാഹിദിൻ്റെ അർത്ഥം. കാരണം അള്ളാഹിനെ സാക്ഷിയാക്കാൻ ആർക്കും പറ്റും. ഫഇന്നഹു മിൻ ദൈദനിൻ മബ്ഹൂതി, ഉത്തരം മുട്ടിയവൻ്റെ പതിവാണല്ലോ അൽ ആജിസ ഇഖാമത്തിൽ ഹുജ്ജത്തി, തെളിവ് സ്ഥാപിക്കാൻ കഴിയാത്തവൻ്റെ പതിവിൽപ്പെട്ടതാണല്ലോ അള്ളാഹു സാക്ഷി എന്ന് പറയലേ. അല്ലെങ്കിൽ എന്താണ് അർത്ഥം എന്നറിയോ? അല്ലെങ്കിൽ മുതഅല്ലഖ് ഉദഉ എന്നതിനോടല്ല, വദഉ മിൻ ദൂനില്ലാ എന്നുള്ള മിന്നിൻ്റെ മുതഅല്ലഖ് ഉദഉ എന്നതിനോടല്ല. ഔ ബിശുഹദാഇക്കും, ശുഹദാഅക്കും എന്നതിനോടാണ് മുതഅല്ലഖ്. അള്ളാഹിനെ കൂടാതെ സാക്ഷികൾ, അതായത് അള്ളാഹിനെ അല്ലാതെ നിങ്ങൾ ഒരുപാട് ഔലിയാ, സഹായികൾ, ദൈവങ്ങളാക്കിയിട്ടുണ്ടല്ലോ. ഷഹീദ് എന്നതിന് വലിയ സഹായി എന്നോ അല്ലെങ്കിൽ ഇമാമ്, ദൈവം എന്നൊക്കെ അർത്ഥം വെക്കുമ്പോൾ അങ്ങനെ മിൻ എന്നതിനെ ശുഹദാവിനോട് മുതഅല്ലഖാക്കാം. അപ്പം നിങ്ങൾ വിളിച്ചോളൂ. അള്ളാഹിനെ കൂടാതെ അള്ളാഹുവിനെ ഒഴിവാക്കി നിങ്ങൾ ആലിഹത്തും സഹായികളുമാക്കിയിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ. ശുഹദാക്കും മിൻ ദൂനില്ല, അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കുറേ ആൾക്കാരെ സാക്ഷികളും ദൈവങ്ങളും ആക്കിയിട്ടില്ലേ അള്ളാഹുവിനെ കൂടാതെ, അവരെ വിളിച്ചോളൂ. ഐ ഔ ബിശുഹദാഅക്കും, ശുഹദാഅക്കും എന്നുള്ള മുതഅല്ലഖാക്കാം മിന്നിൻ്റെ. അപ്പം എന്താ അർത്ഥം? അല്ലദീന ഇത്തഖദൂഹും മിൻ ദൂനില്ലാഹി ഔലിയാ ഔ ആലിഹത്തൻ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ സഹായികളും ദൈവങ്ങളുമാക്കിയിട്ടുള്ള ആളുകളെ നിങ്ങൾ വിളിച്ചോളൂ.
വസഅംതും അന്നഹാ തഷ്ഹദു ലക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ, ആ ദൈവങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ, അവരെ വിളിച്ചോളും. ഇങ്ങനെ. അല്ലെങ്കിൽ അവില്ലദീന യശ്ഹദൂന ലക്കും ബൈന യദയില്ലാഹി അലാ സഅമിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വാദപ്രകാരം അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകളില്ലേ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വാദപ്രകാരം പടച്ചവൻ്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കുന്ന ആളുകളെ. അടപ്പം മിന്ദൂനി എന്ന് പറയുമ്പോൾ മിൻ ബൈന യദയില്ലാഹി എന്നായി, അള്ളാഹിൻ്റെ മുന്നിൽ എന്നായി. അങ്ങനെ അർത്ഥം വെക്കാം. അവില്ലദീന യശ്ഹദൂനക്കും ബൈന യദയില്ല, അള്ളാഹിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ വിളിച്ചോളൂ. അതായത് നിങ്ങളുടെ വാദം അനുസരിച്ചിട്ട് അങ്ങനെ മുന്നിൽ എന്ന അർത്ഥം വെച്ചിട്ടുണ്ട് ദൂനക്ക്. ആയിഷൻ്റെ പാട്ടിലുണ്ട് തുരീഖൽ ഖദ, അത് നിനക്ക് കരടിനെ കാണിച്ചു തരും. മിൻ ദൂനിഹ, അതിൻ്റെ മുന്നിൽ നിന്ന് തന്നെ. വഹിയ ദൂനഹു, സത്യത്തിൽ അത് എവിടെയുള്ളത്? ദൂനിലാണ് ഉള്ളത്, പിന്നിലാണുള്ളത്. എന്നിട്ടും അത് മുന്നിൽ നിന്ന് അത് കാണിച്ചു തരും. അവിടെ ദൂന് എന്ന് പറഞ്ഞാൽ മുന്ന് എന്നാണ് അർത്ഥം. ഒരു ഗ്ലാസിനെ കുറിച്ചാണ് പറയുന്നത്. തുരീക്കൽ ഖദാ മിൻ ദൂനിഹാ വഹിയ ദൂനഹു, അതിൻ്റെ നേരെ മുന്നിൽ നിനക്ക് കാണിച്ചു തരും. സത്യത്തിൽ അത് ദൂനഹു, അവൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് എന്നാണ്. മുന്നിൽ നിന്നാണ് ദൂന്, രണ്ട് ദൂനിൻ്റെ അർത്ഥം. അപ്പം അള്ളാഹിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന, വാദിക്കുന്ന ആളുകളെ വിളിച്ചോളൂ. ലിയുഈനൂക്കും, നിങ്ങളെ അവർ സഹായിക്കുന്നതിന് വേണ്ടി. വഫീ അംരിഹിം അൻ യസ്തദ്ഹിറൂ ബിൽ ജമാദി ഫീ മുആറദത്തിൽ ഖുർആൻ. ഏതായാലും ഈ ബിംബങ്ങളൊക്കെ വിളിച്ചോളൂ എന്ന് പറയുമ്പോഴേ അത് വല്ലാതെ ഒരു പരിഹസിക്കലും ഉത്തരം മുട്ടിക്കലും ഉണ്ട് അല്ലേ. വഫീ അംരിഹിം അൻ യസ്തദ്ഹിറൂ ബിൽ ജമാദി ഫീ മുആറദത്തിൽ ഖുർആൻ, ഖുർആനിനോട് എതിരിടുന്നതിൽ, നിർജീവ വസ്തുക്കളോട് സഹായം തേടാൻ വേണ്ടി അവരോട് ഈ കൽപ്പിച്ചതിൽ ഉണ്ട് ഗായത്തു തബ്കീത്ത്, അങ്ങേയറ്റത്തെ ഉത്തരം മുട്ടിക്കലും തഹക്കുൻ ബിഹി, അവരെ പരിഹസിക്കലും ഉണ്ട്. പിന്നെ വഖീല മിൻ ദൂനില്ല, ഒരഭിപ്രായമുണ്ട് മിൻ ദൂനില്ല എന്നാണ് മിൻ ദൂനി ഔലിയാഇഹി എന്നാണ്. മിൻ ദൂനി ഔലിയാഇഹി എന്നാണ്. മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ മിൻ ദൂനി ഔലിയാ ഇല്ല, മിൻ ദൂനി ഔലിയാഇഹി എന്ന്. മിൻ ദൂനില്ല എന്നുള്ളടത്ത് നമ്മൾ മുദാഫിനെ കളഞ്ഞിട്ടില്ലായിരുന്നു. അള്ളാഹിനെ കൂടാതെ വിളിച്ചോളൂ, അല്ലെങ്കിൽ അള്ളാഹിനെ കൂടാതെയുള്ള നിങ്ങൾ സാക്ഷികളെ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. ഇനി അവിടെ ഒരു മുദാഫ് സംഘടിപ്പിക്കുക. മിൻ ദൂനി ഔലിയാഇഹി ഐ ഫുസഹാഇൽ അറബി വ വുജൂഹിൽ മശാഹിദി. അറബി അള്ളാഹുവിൻ്റെ മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ മിൻ ദൂനി ഔലിയ ഇല്ല. ഐ ഫുസഹാഇൽ അറബി വുജൂഹിൽ മശാഹിദി. എന്തിന് വുജൂഹുൽ മശാഹിദ് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ, മഷ്ഹദുകൾ, സദസ്സുകളിലെ ഉന്നതന്മാർ, പ്രമാണിമാർ, അങ്ങനെ അർത്ഥം. ഒരു മുദാഫ് കളഞ്ഞിട്ട് മിൻ ദൂനി ഔലിയാഇ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയ അല്ലാത്ത നിങ്ങളുടെ ഔലിയാവിനെ വിളിച്ചോളൂ. ശുഹദാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫുസഹ എന്നർത്ഥത്തിന്. വജൂഹിൽ മശാഹിദി. കാരണം ഫൈനൽ ആഖില, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെന്തായാലും സാക്ഷ്യം വഹിക്കൂല. അള്ളാഹിൻ്റെ ശുഹദാക്കളല്ലാത്ത നിങ്ങളെ ശുഹദാക്കളെ വിളിച്ചോളൂ. ഫുസഹാഉൽ അറബിനെയും വജൂഹുൽ മശാഹിദിനെയും ഒക്കെ. എന്താ ഫൈനൽ ആഖില ലാ യർദാ ലി ഇബാദിഹി, അവരെ വിളിക്കുകയാണെങ്കിൽ ലാ യർദാ ലി നഫ്സിഹി അൻ യഷ്ഹദ ബിസ്സിഹത്തി മത്തലഹ ഫസാദ്, ഫസാദ് വ്യക്തമായ
ഒരു കാര്യം അബാനഖ്തിലാലുഹു അതാകെ പ്രശ്നമാണ് എന്ന് ബോധ്യമായ ഒരു സംഗതി സ്വഹിയാണ് എന്ന് സാക്ഷ്യം വഹിക്കാൻ ഒരിക്കലും ഒരു ബുദ്ധിമാനിക്ക് മനസ്സ് വരൂല, തൃപ്തിപ്പെടൂല. അതുകൊണ്ട് വജൂഹുൽ മശാഹിദിനെയും സ്വഹാവുൽ അറബിനെയും നിങ്ങൾ എന്ത് ചെയ്തോളൂ, വിളിച്ചോളൂ. അപ്പോൾ അള്ളാൻ്റെ ശുഹദാക്കളെ വേണ്ട, അള്ളാൻ്റെ ആൾക്കാരെ നിങ്ങളെ ശുഹദാക്കളെ വിളിച്ചോളൂ. എന്നാൽ തന്നെ അവർക്ക് നിങ്ങൾ കൊണ്ടുവന്ന് ഖുർആന് തുല്യമാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഇൻ കുൻതും സ്വാദിഖീന ഇന്നഹു മിൻ കലാമിൽ ബശർ, അത് മനുഷ്യ സംസാരമാണ് ഖുർആൻ എന്ന വാദത്തിൽ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ജവാബ് എന്താ? കളയപ്പെട്ടതാണ്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തായിക്കോളൂ, ശുഹദാനെ വിളിച്ചോളൂ, നിങ്ങളുടെ സുഹൃത്തിനെ കൊണ്ടുവന്നോളൂ എന്നല്ലേ. സിദ്ഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിദ്ഖും കദിബിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. അൽ ഇഖ്ബാറുൽ മുതാബിഖ്, യാഥാർത്ഥ്യത്തോട് യോജിച്ച വാർത്തക്കാണ് സിദ്ഖ് എന്ന് പറയാം. യാഥാർത്ഥ്യത്തോട് യോജിച്ച സിദ്ഖാണ്. വിശ്വാസത്തോടും പറയുന്ന ആളുടെ ധാരണയോടും യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, അയാളിഞ്ഞ് നുണയാണെന്ന് കരുതിയാലും യാഥാർത്ഥ്യത്തോട് യോജിച്ചതാണെങ്കിൽ അതിന് സിദ്ഖ് പറയും. വക്കീൽ പറയപ്പെടുന്ന മായത്തിഖാദിന് മഖബരി അന്നഹു കദാലിക, ആ വാർത്ത പറയുന്ന ആൾ കൂടെ വിശ്വസിക്കണം അതങ്ങനെ തന്നെയാണ്. അന്തരാലത്തിൻ ഔ ഇമാറത്തിൻ, എങ്ങനെ വിശ്വസിക്കുക? ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക. ഔ അമാറത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളത്തിൻ്റെ പേരിൽ, ദലാലത്താവുമ്പോൾ യഖീനിയായ തെളിവ് അല്ലെങ്കിൽ അമാറത്ത് ദന്നിയായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്ബിർ, ഈ പറയുന്ന ആൾ ആ വാർത്തയുടെ ഉള്ളക്കം വിശ്വസിക്കുകയും കൂടെ വേണം. അപ്പോഴേ സാധിക്കാവൂ എന്നൊരു അഭിപ്രായമുണ്ട്. അവരതിന് പറയുന്ന കാരണം യന്നഹു തആല കദ്ദബൽ മുനാഫിഖീന ഫീ ഖൗലിഹിം ഇന്നക റസൂലുള്ളാഹ് എന്ന് മുനാഫിഖുകൾ പറഞ്ഞപ്പോൾ അല്ലാഹ് അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? അവർ കളവ് പറയാണ് എന്നാണ്. എന്താ അവർ കളവ് പറയാന്ന് പറയാൻ കാരണം? ലിമാ ലം യഅ്തഖിദു മുതാബഖതഹു, കാരണം ഇന്നക റസൂലുള്ളാഹ് എന്ന് പറയുന്ന വാർത്ത സത്യമാണെങ്കിലും അത് സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല, യാഥാർത്ഥ്യത്തോട് യോജിച്ചതാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ്. ഇതാണ് ജാഹിൽ പോലെയുള്ള മുഅ്തസിലത്തിൻ്റെ അഭിപ്രായം. ഇതിന് മറുപടി എന്താ കൊടുക്കുക? ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, അങ്ങ് അള്ളാഹിൻ്റെ റസൂലാണെന്ന് അവർ മുനാഫിഖുകൾ അങ്ങയുടെ മുന്നിൽ വന്നാൽ സാക്ഷ്യം വഹിക്കും. അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നവർ നുണ പറയാണ്. അവർ നുണയാണോ പറഞ്ഞത് ഇന്നക റസൂലുള്ളാഹ് എന്നുള്ളത്? അതിപ്പോൾ അവർ വിശ്വാസത്തിനോട് യോജിക്കാത്തതുകൊണ്ടല്ലേ അള്ളാഹ് അത് പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തോടു കൂടി യോജിക്കുമ്പോഴേ സിദ്ഖാകുമെന്നല്ലേ എന്നാണ് അതിന് മറുപടി. അള്ളാഹ് അവർ കളവാണ് എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിൽ അറിയാമോ? നഷ്ഹദു എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ്. ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള വിഷയത്തിൽ അവർ നുണയാണ് പറയുന്നത്. കാരണം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ അറിഞ്ഞ് ഉറപ്പിച്ച കാര്യം പറയുന്നതിനാണ്. എന്ന ഷഹാദത്ത് ഇഖ്ബാറു നമ്മ അലിമഹു, ഉറപ്പിച്ച കാര്യം പറയുന്നതിനാണ് ഷഹാദത്ത് എന്ന് പറയുക. ബഹുമാക്കാനും അലിമിനബി, അവർ ഉറപ്പിച്ചിരുന്നില്ല. അപ്പം പിന്നെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ നുണയാണ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ഇന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ വാക്ക് നുണയാണെന്നല്ല. ഇനി ഫൈലം തഫ്അലു, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹ് പറയാണ് വലൻ തഫ്അലു, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യൂല. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഫത്തഖുന്നാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. അല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിലെ വിറക് വഖൂദ്, അതിൻ്റെ ഇന്ധനം മനുഷ്യന്മാരും കല്ലുമാണ്, ബിംബങ്ങളുമാണ്. അപ്പോൾ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ലമ്മാ ബയ്യന ലഹും, അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുത്തുമാ യതഅറഫൂന ബിഹി അംറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ജാഅ ബിഹി വമയ്യസ ലഹും ഹഖ്ഖ അനിൽ ബാത്തിൽ, റസൂലുള്ളാഹിൻ്റെ കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കാവുന്ന തെളിവ് വിവരിച്ചു കൊടുത്തു. നബി തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ് എന്നതിൻ്റെ തെളിവ് വിവരിച്ചു കൊടുത്തു. സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വെല്ലുവിളി നടത്തി. അപ്പോൾ പിന്നെ റത്തബാലിഹി, അങ്ങനെ വിവരിച്ചപ്പോൾ അള്ളാഹു തആല അതിനെ തുടർന്ന് പറഞ്ഞു മാഹുവ കൽ ഫദ്ലക്കത്തിലഹു, അതിൻ്റെ ഒരു നത്തീജ, അതിൻ്റെ ഒരു ഫലം, ഫദ്ലക്കത്ത് എന്താണ് എന്ന് വിവരിക്കുകയാണ്. എന്താണ് ഫലം? അന്നക്കും ഇദജ്തഹദ്തും ഫീ മുആറദതിഹി വഅജസ്തും ജമീഅൻ അൻ ഇത്യാൻ ബിമാ യുസാബിഹി അയുദാനി ലഹറ അന്നഹു മുഅ്ജിസുൻ വത്തസ്ദീഖു ബിഹി വാജിബുൻ ഫആമിനു ബിഹി
വത്തഖുൽ അദാബൽ മുഅദ്ദബ ലിമൻ കദ്ദബ. അപ്പോൾ പിന്നെ അള്ളാഹ് പറയാണ്, നിങ്ങൾ ആ ഖുർആനോട് എതിരിടുന്നതിൽ, ഖുർആന് തുല്യമായത് കൊണ്ടുവരുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിച്ചു. അങ്ങനെ നിങ്ങൾക്ക് തുല്യമായതോ അതിനോട് അടുക്കുന്നതോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. വഅജസ്തും, നിങ്ങൾക്ക് സാധിച്ചില്ല. മുസാവി കൊണ്ടുവരാനോ മുദാനി കൊണ്ടുവരാനോ സാധിച്ചില്ല. അങ്ങനെ ആയപ്പോൾ ലഹറ അന്നഹു മുഅ്ജിസുൻ, പരിശുദ്ധ ഖുർആൻ അമാനുഷികമാണ് എന്ന് വ്യക്തമായി. അപ്പോൾ പിന്നെ തസ്ദീഖു ബിഹി വാജിബുൻ, അത് അംഗീകരിക്കാൻ നിർബന്ധമാണ്. അതുകൊണ്ട് വിശ്വസിച്ചോളൂ. വത്തഖുൽ അദാബൽ മുഅദ്ദ ലിമൻ കദ്ദബ, കളവാക്കിയ ആളുകൾക്ക് തയ്യാറാക്കപ്പെട്ട നരകമുണ്ടല്ലോ, അതിനെ സൂക്ഷിക്കുകയും ചെയ്തോളൂ. ഇനി പറയുന്നത് ഫഅബ്ബറാനിൽ ഇത്യാൻ മുഖയ്യഫ്. നിങ്ങൾ നോക്കി, ശുഹദാനെ വിളിച്ചോളൂ ഇങ്കുന്തും സാദിഖീൻ, ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, തുല്യമായ ഒരു ചെറിയ സൂറത്ത് കൊണ്ടുവന്നോളൂ എന്നാ. അപ്പോൾ അതിനോട് യോജിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്നല്ല പറയേണ്ടത്, ഫൈലം തഅ്തൂ എന്നല്ല പറയേണ്ടത്, ഫൈലം തഫ്അലൂ എന്നല്ലല്ലോ. അപ്പോൾ കൊണ്ടുവരലും കൊണ്ടുവരല്ലാത്ത എന്തൊക്കെ ഉൾപ്പെടുന്നോ അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നൊരു പദം ഉപയോഗിച്ചതാണ്. ഫൈലം തഅ്തൂ എന്നതിന് പറയുന്നതിന് പകരം ചെയ്തു കൊണ്ടുവരിക എന്നുള്ള ഒരു ഫീലാണല്ലോ, ഒരു കൈഫാണല്ലോ. അത് ഈജാസിന് വേണ്ടിയാണ്. ഫൈലം തഅ്തൂ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്നും കൂടി പറയേണ്ടി വരും. അപ്പം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ അതിന് മഫൂല് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈജാസ് കിട്ടി. നോക്കൂ, ഫഅബ്ബറാനിൽ ഇത്യാനിൽ മുക്കയ്യഫ് ബിൽ ഫീലി, ഈ മുക്കയ്യഫായ ഏതാ? മുക്കയ്യഫായ ഇത്യാൻ ഏതാ? തുല്യമായത് കൊണ്ടുവരിക എന്ന്, പ്രത്യേക കൈഫിയത്തിലുള്ള കൊണ്ടുവരൽ. ആ കൊണ്ടുവരുന്നില്ലെങ്കിൽ, തുല്യമായത് കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്ന് പറയേണ്ടതിന് പകരം അല്ലാഹു ഇബാറത്തിട്ടു ബിൽ ഫീലി, ഫേല് എന്ന് ഇബാറത്തിട്ടു, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്ന്. ഫേല് എന്നാകുമ്പോൾ അല്ലദീ യഅമുൽ ഇത്യാന ബിഹി വഗൈറഹു, ഒരു സൂറത്തിനെ കൊണ്ടുവരലും പെട്ടു, അതല്ലാത്തതിനെ കൊണ്ടുവരലും പെട്ടു, എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഫെയില് എന്ന് ഇബാറത്തിട്ടു ഈജാസിൻ, ഇബാറത്തിനെ ചുരുക്കാൻ വേണ്ടി. പിന്നെ ജസാ ശരിക്കെന്താ? നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്താണ് ജസാ? നിങ്ങൾ വിശ്വസിക്കുക, തഖ്വ ചെയ്യുക. അങ്ങനെ തഖ്വ ചെയ്തിട്ടില്ലെങ്കിൽ, വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലാസിം എന്താ? നരകം എന്നുള്ളതാണ്. അപ്പോൾ അത് പറയാതെ വനുസ്ദില ലാസിമുൽ ജസായി, ഈ ജസാവിൻ്റെ ലാസിമിനെ പറഞ്ഞു, മൻസിലത്തുഹു, ജസാവിൻ്റെ സ്ഥാനത്ത് പറഞ്ഞു. നിങ്ങൾ തുല്യമായത് കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ഇത് അള്ളാഹുവിൻ്റെതാണ്, വിശ്വസിക്കുക, തഖ്വ ചെയ്യുക. അങ്ങനെ അതാണ് ജസാവ്. അതിൻ്റെ ലാസിം എന്താ? അങ്ങനെ വിശ്വസിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലാസിം എന്താ? നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ജസാവിൻ്റെ ലാസിമിനെ കൊണ്ടുവന്ന് മൻസിലത്തുഹു, ജസാവിൻ്റെ സ്ഥാനത്ത് അലാ സബീൽ കിനായത്ത്, കിനായത്ത് എന്ന് പറയും. ഒരു ലാസിം പറഞ്ഞാൽ മൽസൂമ് കിട്ടുക എന്നുള്ളതിൻ്റെ പേരാണല്ലോ. ആ വീട്ടിൽ നല്ല പുക പൊന്താറുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തിൻ്റെ ലാസിമാ? അവിടെ നല്ലോണം ഭക്ഷണം ഉണ്ടാക്കലുണ്ട് എന്നുള്ളതിന് ലാസിമല്ലേ? അതേമാതിരി നരകത്തെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഖ്വ ചെയ്തോളൂ, വിശ്വസിച്ചോളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതെന്നാ തഖ്രീറൽ മക്നി അനുഹു, അത് മക്നി അനുഹുവിനെ ഒന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. ഒരു ഷെയ്ഖിനെ തെളിവ് സഹിതം സ്ഥാപിക്കുന്നതിന് തുല്യമാണ് കിനായത്ത് എന്ന് പറയുന്നത്. അവിടെ നല്ലോണം ചോറക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തെളിവായില്ല. കിനായത്തായിട്ട് അവിടെ നല്ല പുക പൊന്താറുണ്ട് എന്ന് പറഞ്ഞാൽ തെളിവ് സഹിതം പറയുന്ന മാതിരിയാണ്. അതാണ് ആ മക്നി അനുഹൂനെ അങ്ങോട്ട് സ്ഥാപിക്കാൻ വേണ്ടി. നിങ്ങൾ തഖ്വ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും, വിശ്വസിക്കണം എന്ന ആ ആശയം ഉറപ്പിക്കാൻ വേണ്ടി. പിന്നെ ഇനാദ്, ഈ നിഷേധം എന്ന് പറയുന്ന കാര്യത്തെ ഭയപ്പെടുത്താനും തസ്രീഹം ബിൽ വഈദ്, ആ താക്കീത് വ്യക്തമാക്കി പറയാനും, മാലിജാസി ചുരുക്കി വ്യക്തമാക്കി പറയാൻ. നിങ്ങൾ വിശ്വസിക്കുക, തഖ്വ ചെയ്യുക, അങ്ങനെ തഖ്വ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്നെല്ലാം കൂടെ പറയേണ്ടല്ലോ, കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അവരുടെ ഈ നിഷേധത്തിൻ്റെ ഫലം എന്താണ്? നരകമാണ് എന്നിങ്ങോട്ട് പറഞ്ഞിട്ട് അവരെ ഭയപ്പെടുത്താനും തഹ്വീർ ചെയ്യാനും, ആ താക്കീതില്ലേ നരകം എന്നത് ഉണ്ടാകുമെന്നിങ്ങോട്ട് വ്യക്തമാക്കി പറയാനുമാണ്. പിന്നെ ഫഇല്ലം തഫ്അലു എന്നാണല്ലോ ഉപയോഗിച്ചത്, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ. ഇനി എന്നുള്ളത് ശക്കിനല്ലേ? അപ്പം പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുമോ അല്ലേ എന്നുള്ളതിന് സംശയമാണ് എന്ന് വരൂലേ?
അത് അവരെ ഒരു തന്നെ വെച്ച് പറഞ്ഞതാണ്. ഇനി കഴിയൂലേ എന്നുള്ള ഒരു സംശയം ഒലിക്കുണ്ടെങ്കിൽ ആ സംശയത്തിന് മുൻനിർത്തിയിട്ട് പറഞ്ഞാൽ, അല്ലാതെ അള്ളാഹു തആലാക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. തഹക്കുമിന് വേണ്ടിയാണ്. സുദ്ദിറ ഷർത്തിയത് ബിൻ ഇൻ എന്നത് കൊണ്ടാണ് ഷറത്തിനെ തുടങ്ങിയത്. ഇന്ന് ഷക്കിനാണല്ലോ. വൽഹാലു യഖ്തളി, ഹാല് തേടുന്നത് ഇതിനെയാണ്. ഇതാലം തഫ്അലു, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, ചെയ്യില്ല എന്ന് ഉറപ്പാണ്. ഇതാ ഉപയോഗിക്കുമ്പോൾ ഉറപ്പുള്ള കാര്യമാണ്. അല്ലദീൽ വുജൂബി, അത് ഉറപ്പുള്ളതിനെ ഉപയോഗിക്കുക, ഷക്കിനല്ല. ഫൈനൽ ഖായിറ സുബ്ഹാനഹു വ തആല ലം യകുൻ ഷാക്ക ബിഅസീം, അല്ലാഹു തആലാക്ക് അപ്പോൾ അവർക്ക് കഴിയില്ല എന്നതിൽ ഉറപ്പ് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. വലുതാലിക്ക നഫ ഇത്യാനവും, അതുകൊണ്ടല്ലേ അവർക്ക് വലൻ തഫലു, നിങ്ങൾ ഒരിക്കലും ചെയ്യൂല എന്ന് നഫിയാണ് കാരണം. മുഅ്തരിദൻ ബൈന ശർത്തി വൽ ജസായി, ശർത്തിൻ്റെയും ജസാഇൻ്റെ ഇടയിൽ ഫൈലൻ തഫലു എന്നുള്ളതിനെ ജവാബ് ഫത്തഖുന്നാറന്നല്ലേ. അതിൻ്റെ ഇടയിൽ എന്തിനാ വലൻ തഫലു എന്ന് പറഞ്ഞത്? അള്ളാഹ്ക്ക് ഉറപ്പാണ് അവർക്ക് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യൂല. എന്നിട്ടും ഷക്കിൻ്റെ ഇൻ എന്ന് ഉപയോഗിച്ചത് എന്തിനാണ്? തഹക്കുമമ്പി അവരെ പരിഹസിക്കാൻ വേണ്ടിയും ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയാണ്. നോക്കിയിടാന്നല്ലേ, എനിക്ക് ചെയ്യുമെങ്കിൽ ഇങ്ങോട്ട് വാ, എനിക്ക് തല്ലാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് പറയുന്ന ആൾക്കറിയാം, എന്നാൽ ഓനെ പരിഹസിക്കാൻ വേണ്ടിയാണ്. ഔ ഖിതാബമാകും, അല്ലെങ്കിൽ അവരോടുള്ളൊരു സംബോധനമാണ്. അലാ ഹസബി ദന്നിഹിം, അവരെ ധാരണ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട്. ഫൈനൽ അജ്സ ഖബല തഅമ്മുനി, കാരണം ശരിക്കും ആലോചിക്കുന്നതിന് മുമ്പ് അവരുടെ ഈ കഴിവുകേട് ലം യകുൻ മുഹഖഖൻ ഇൻദഹും, അവരുടെ അടുക്കൽ ഉറപ്പായിരുന്നില്ലല്ലോ. അവർ തുല്യമായത് കൊണ്ടുവരാൻ കഴിയുമോ മറ്റൊന്ന് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്, ഉറപ്പാകുന്നത് തുല്യമായത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. ഇനി വലൻ തഫ്അലു എന്നുള്ള ജസ്മും ബിലം, ലം എന്നുകൊണ്ട് ജസ്മാണ്, അതുകൊണ്ടാണ് തഫ്അലൂന എന്ന് നൂന് കളയാൻ കാരണം. അതിന് അമല് നിർബന്ധമാണ്. എന്നഹ വാജിബത്തുൽ അമാലി, ലമ്മിന് അമല് കൊടുക്കൽ നിർബന്ധമാണ്. മുഖ്തസബത്തും ബിൽ മുളാരി, മുളാരിയിൽ മാത്രമേ ലം പ്രവേശിക്കുള്ളൂ. മുത്തസിലത്തും ബിൽ മാമൂലി, അതിൻ്റെ ഇടയിൽ വേറെ വരാൻ പാടില്ല, മാമൂലിനോട് ചേർന്ന് വരും. വലം തഫ്അലു ഫഇല്ലം തഫ്അലു വലിയന്നാലമാ സ്നേഹത്ത് മാദിയും സ്വാദ് ജുസ് മിന്നോ, അതുകൊണ്ടാണ് മാദിയെ മാറല്ലോ. ലം കടന്ന മുളാരി മാദിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്നാകും. അപ്പം അതെന്തായി? അതിൻ്റെ മാദിൻ്റെ ഒരു ജുസ് പോലെയായി. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ എന്ത് വരാൻ പാടില്ല? മുളാരിയ ഫീലിൻ്റെ ലമ്മിൻ്റെ ഇടയിൽ വേറെ സാധനം വരാൻ പാടില്ല എന്ന് ഉപയോഗിക്കാൻ കാരണം. വറബ് ഷർത്തിക്ക ദാഖില മജമായി. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. اللهم فقهنا في الدين وعلمنا تأويل القرآن. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.